ഇന്നൊരു മൂവി കാണാൻ പോവാം കേട്ടോ. ഈവനിങ് ആയി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സിനി വേൾഡിൽ എത്തേണ്ടതാണ്. കിടന്നും മടി പിടിച്ചിരുന്നു പോയി. പക്ഷെ പെട്ടെന്നൊന്ന് ഡ്രസ്സ് മാറട്ടെ കേട്ടോ. പെട്ടെന്ന് ഡ്രസ്സ് മാറി, മേക്കപ്പ് ഒന്നും വേണ്ട, പെട്ടെന്ന് റെഡിയായി പോവുകയാണ് കേട്ടോ. ഈവനിങ്ങിലാണ് ഷോയ്ക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് തീരുമാനിച്ചത് വണ്ടി ഒന്നും എടുക്കേണ്ട, നടന്നു പോകുന്നത്. 10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ഓടി സ്പീഡിൽ പോകണം കേട്ടോ. അപ്പം ഞങ്ങൾ സ്പീഡൊക്കെ പൂട്ടി ഇറങ്ങി. ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി ഞങ്ങൾ താമസിച്ചായിരുന്നു. മീറ്റിംഗ് നേരെ നടന്ന് ഇതെല്ലാമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ താമസിച്ചുകൊണ്ട് തന്നെ സ്പീഡിൽ ഓടട്ടെ കേട്ടോ. ഓടണം, അല്ലെങ്കിൽ സ്പീഡിൽ നടക്കണം. അപ്പം ഞങ്ങളിങ്ങനെ മെയിൻ റോഡിൻ്റെ സൈഡിലേക്ക് നേരെ ചെന്ന് സിനിമയായിട്ട് ഞങ്ങൾ ഏകദേശം അവിടെ എത്താറായിട്ടോ. 5 മിനിറ്റ് ലേറ്റായി. പക്ഷെ പരസ്യത്തേക്ക് മൂവി തുടങ്ങിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. അപ്പോൾ എമ്പുരാൻ കാണാൻ വന്നിരിക്കുന്നുണ്ടോ. എമ്പുരാൻ്റെ അപ്പം ഞങ്ങൾ കണ്ടു തുടങ്ങി മൂവി. അതിൻ്റെ വിശേഷങ്ങൾ പറയാം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുന്നോ നട്ട്സ് ബോളിനോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ഡേറ്റ്സാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ജയൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഡേറ്റ്സ് ഇത് ചേട്ടായിക്ക് ഗിഫ്റ്റ് കൊടുത്താണ്. അത് ദുബായിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ്സാണ്. പക്ഷേ ഔട്ട് സൈഡിൽ ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിന് ഇച്ചിരി പുറത്ത് ഡ്രൈ ആയതുകൊണ്ട് തന്നെ എൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു 10-12 ഡേറ്റ്സ് എടുക്കുന്നുണ്ട്. ഞാൻ നോക്കാം എത്ര എണ്ണം ഞാൻ എടുക്കുന്നുണ്ടെന്ന് പറയാം. ഞാൻ ആദ്യം ഇതൊന്നെടുത്ത് കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ അറ്റത്തുള്ള കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റി അല്പം ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണേ. അപ്പം അതാണ് ആദ്യത്തെ. ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് 10 മണിക്കൊക്കെ എന്തെങ്കിലും ടീ, സ്നാക്ക്, ബിസ്ക്കറ്റൊക്കെ എപ്പോഴും കഴിക്കുമ്പോൾ അതിനൊരു ഹെൽത്തി ഓൾട്ടർനേറ്റീവാണ് കേട്ടോ അത്. വർക്കിനൊക്കെ പോകുമ്പോഴാണെങ്കിലും കൊണ്ടുപോകാൻ നല്ലതാണ്. ഞാൻ സാധാരണ ഇങ്ങനത്തെ ഹെൽത്തി ബാറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ലഡൂസോ റെഡിയാക്കി വെക്കാറുണ്ട്. നമ്മൾ ബിസ്ക്കറ്റും സ്വീറ്റ്സും ഒക്കെ കഴിക്കുന്നതിന് പകരം ഇത് ഉപയോഗിക്കാം. നമ്മൾ നാച്ചുറലായിട്ടുള്ള ഷുഗറാണ് ഡേറ്റ്സ്. അതിൻ്റെ ഒരു ഹെൽത്തി ഗുണങ്ങളെല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ നട്ട്സ് എല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുത്ത് വയ്ക്കാം. ഫ്രീസ് ചെയ്യാം, ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുരുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എമ്പുരാൻ കണ്ടു. എമ്പുരാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയണത് കേട്ടോ. എമ്പുരാൻ ഒരു ഗുഡ് മൂവി എന്ന് പറയാം. ലൂസിഫറിനെ അപേക്ഷിച്ച് ആ ലൂസിഫർ ഇച്ചിരിയോടെ ബെറ്ററായിരുന്നു കണ്ടിരിക്കാൻ എന്ന് തോന്നി എനിക്ക്. സെക്കൻഡ് പാർട്ടായിരുന്നു നല്ലത്. സെക്കൻഡ് ഹാഫായിരുന്നു നല്ലത്. സെക്കൻഡ് പാർട്ടല്ല, സെക്കൻഡ് ഹാഫായിരുന്നു എനിക്ക് മൂവിയിൽ ഇഷ്ടപ്പെട്ടത്. ഇച്ചിരിയോടെ ഒരു എന്താ പറയുക, ഡയലോഗ്സ് ഡെലിവറിയോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു. മുരളി ഗോപിയുടെ റൈറ്റിങ് ഈസ് എ ബോൾഡ് റൈറ്റർ. സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ വിവാദങ്ങൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷെ മൂവി ഡയറക്റ്റ് ചെയ്ത ലൂസിഫറിൻ്റെ അത്രയും വന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഒരു ഹോളിവുഡ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റി. സിനിമാറ്റോഗ്രാഫി അതൊക്കെ ബ്യൂട്ടിഫുൾ തന്നെയായിരുന്നു. തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അത് എൻജോയ് ചെയ്യുകയും ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് പാർട്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് കൂടുതൽ. മഞ്ജു വാര്യരുടെ അഭിനയം പറയാതിരിക്കാൻ വയ്യ. എനിക്കെപ്പോഴും ഒരു ആരാധനയോടെ നോക്കിക്കാണുന്നതാണ്. അപ്പം നോക്കൂ, നമ്മുടെ കുരുകളൊക്കെ മാറ്റി ഞാൻ അതിനകത്ത് ഒരു 1/2 ഗ്ലാസ്സോളം ചൂടുവെള്ളം, തിളച്ച വെള്ളം സോക്ക് ചെയ്ത് വെക്കാം. ഒരു 1 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യണം കേട്ടോ. ഡ്രൈ ആയിട്ടുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടും. ഇത് നാച്ചുറലായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ്സ് ആയതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ സോക്ക് ചെയ്യാൻ വെച്ചു. അപ്പോൾ അതങ്ങനെ സോക്ക് ചെയ്തിരിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നട്ട്സുകളൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേറെ നട്ട്സ് ഒന്നുമില്ല, കാഷ്യൂ മാത്രമുള്ളെങ്കിൽ അത് ചെയ്യാം. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള നട്ട്സുകളെല്ലാം ഇടുന്നുണ്ട് കേട്ടോ, ഹെൽത്തി ആയിക്കോട്ടെ. ബദാം 1/2 കപ്പ് ചേർത്തു, 1/2 കപ്പ് വാൽനട്ട്സ് ചേർത്തു, ഒരു 1/4 കപ്പിൻ്റെ പകുതി ചിയ സീഡ്, 1/4 കപ്പിൻ്റെ പകുതി
ഫ്ലാക്സ് സീഡ്, പിന്നെ നമ്മുടെ മത്തങ്ങാക്കുരു, പംകിൻ സീഡ്, ക്വാർട്ടർ കപ്പ്, ഇതെല്ലാം ഇത്രയും ചെയ്തു. ഇനി ഞാനൊരു 1/2 കപ്പും കൂടെ വാൽനട്ട് ചേർത്ത്. വാൽനട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഒത്തിരി ഹെൽത്തിയുമാണല്ലോ. അപ്പം ഡ്രൈ റോസ്റ്റ് ഒത്തിരി നേരം ചെയ്യരുത്, ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് അത്രേ ആവശ്യമുള്ളൂ. നല്ല തീയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. അപ്പോൾ നമ്മൾ പൊട്ടി തുടങ്ങും, അതിൻ്റെ ആ ഓയിലൊക്കെ ഒന്ന് ഊസ് ഔട്ടായി വരികയും ചെയ്യും കേട്ടോ. റോസ്റ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, എങ്ങനെയാലും പൊടിച്ചാലും മതി. ഞാനിന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത് സാധാരണ. ഇപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് മാത്രമേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ടാണെങ്കിലും കുറച്ച് നേരം കൂടെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ചിയ സോഡൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്തു. അതൊന്ന് നമുക്ക് ഒന്ന് തണുക്കാൻ സമയം കൊടുക്കുക. അത് കഴിഞ്ഞിട്ടൊന്ന് പൊടിച്ചെടുക്കണം, ക്രഷ് ചെയ്തെടുക്കണം. അപ്പം മൂവിയുടെ ഫസ്റ്റ് പാർട്ട് എല്ലാം ഭംഗിയായിരുന്നെങ്കിലും സ്റ്റോറിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്തോ ഒരു മിസ്സിങ് പോലെ എനിക്ക് തോന്നി കേട്ടോ. എന്താണെന്ന് എനിക്കത് പറയാൻ പറ്റുന്നില്ല. കാരണം ഒരുപാട് സ്ഥലത്തേക്കൂടെ പോയതുകൊണ്ട്, ഓടി നടന്ന് കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് എന്തോ ഒരു കണക്ഷൻ കിട്ടാത്ത പോലെ നമുക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യുമെങ്കിലും എന്തോ ഒരു മിസ്സിങ്, എന്താ പറയുക, ഒരു പഞ്ച് ഡയലോഗിൻ്റെ മിസ്സിങ്ങോ എന്തൊക്കെയോ എനിക്ക് ഫീൽ ചെയ്തു. എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. എനിവേ ഇത് രണ്ടും തണുക്കാനായിട്ട് വെക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ നട്ട്സ് എല്ലാം തണുത്ത് കഴിഞ്ഞു നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കടിക്കാനൊക്കെ കിട്ടണം ഇടയ്ക്ക്. അപ്പോൾ എനിക്ക് എൻ്റെ നട്ട് ബോൾസ് സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ കിട്ടുന്നതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബാറുകൾ ഉണ്ടാക്കി വെക്കാറുണ്ട്, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു വിടാറുണ്ട്. ഈ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാനൊരു അബദ്ധം കാണിച്ചു. ആ അബദ്ധം എന്താണെന്ന് നിങ്ങളോട് പറയാം. നിങ്ങൾ ഒരിക്കലും അബദ്ധം ചെയ്യരുത് കേട്ടോ. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇത് നല്ലതാണ്, പക്ഷെ ഒത്തിരി സോഫ്റ്റായിപ്പോയി. ഇച്ചിരി ഒരു നമ്മൾ കടിക്കാനൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും അതിനെ പറ്റിയെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പം നട്ട്സ് പൊടിച്ചെടുത്ത് അപ്പം നമ്മളൊന്ന് അടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കും. അപ്പോൾ ഓവർ അങ്ങ് പൊടിഞ്ഞു പോവില്ല. അപ്പം കടിക്കാനൊക്കെ കുറച്ച് കിട്ടണം. അപ്പോഴാണ് ഒന്ന് ക്രഷ് ചെയ്യുക, അതാണ് എൻ്റെ ഇത്. ഒരുപാട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം എന്ന് തോന്നുന്നു കേട്ടോ. ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത ആ പാനിലേക്ക് തന്നെ ഒന്ന് മാറ്റും. നമ്മൾ ഈ മിക്സിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ നട്ട്സ് ഒന്ന് അരച്ചെടുക്കണം. ബട്ടറൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഹെൽത്തി ആയതുകൊണ്ട് തന്നെ നട്ട്സും ഡേറ്റ്സും മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വലുപ്പമുള്ള പീസസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി മാറ്റുകയാണ് കേട്ടോ ഞാൻ. അപ്പം സോക്ക് ചെയ്തിരിക്കുന്ന ഈ ഡേറ്റ്സ്, സാധാരണ ആ ഡേറ്റ്സ് മാത്രമാണ് കോരിയെടുക്കേണ്ടിയിരുന്നത്. ഞാനത് വെള്ളത്തോടു കൂടി അരച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ വെള്ളം കൂട്ടിയാണല്ലോ അരച്ചത്. ആ വെള്ളം കൂട്ടാതെ അരക്കണമായിരുന്നു. അപ്പോഴാണ് ഇച്ചിരി ഒരു സ്റ്റിഫായിട്ട് നമ്മുടെ ബോൾസ് ഇരിക്കുമായിരുന്നുള്ളൂ. എനിവേ കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അത് സെറ്റായി വന്നു. എങ്കിലും അങ്ങനെ ഒരു പണി കിട്ടി. നിങ്ങളൊരിക്കലും വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം കുറച്ച് ചേർത്തെന്ന് ഓർത്ത് കുഴപ്പമില്ല, അങ്ങനെ ഒത്തിരി നട്ട്സൊക്കെ ഉള്ളു. പക്ഷേ കൺസിസ്റ്റൻസി നമുക്ക് ആഗ്രഹിച്ച പോലെ കിട്ടണമെങ്കിൽ ആ സോക്ക് ചെയ്ത ഡേറ്റ്സ് മാത്രം ചേർത്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടയായിട്ട് ശരിക്കും പിടിച്ചെടുക്കാൻ പറ്റും. അതിപ്പോൾ ഇച്ചിരി സോഫ്റ്റായിപ്പോയി. ഞാൻ കാഷ്യൂ നട്ട്സ് എടുത്ത് വെച്ചത് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതും പിന്നെ ഞാൻ കറുത്ത എള്ളും ചേർക്കാനുണ്ടായിരുന്നു, അതും പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ആദ്യം ഞാൻ ഇതിൻ്റെ കൂടെ റോസ്റ്റ് ചെയ്തില്ല, എടുത്ത് വെച്ചത് അത് മാറിയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഇടാൻ മറന്നുപോയി. അപ്പോൾ അത് റോസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല, അത് പിന്നെ പൊടിച്ച് ചേർക്കും. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് പേസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് കിട്ടാവേ, ഞാൻ വെള്ളം കൂടുതലാണല്ലോ ഒഴിച്ചതെന്ന്, വെള്ളത്തോടു കൂടിയാണല്ലോ അരച്ചെടുത്തതെന്ന്. പെട്ടെന്ന് പുറത്ത് പോകാനോ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാം കൂടെ. അപ്പം നട്ട്സ് ഇതെല്ലാം മാറ്റിയിട്ട് കാൽ കപ്പിൻ്റെ പകുതി എള്ളും ഒരു 1/4 കപ്പ് കാഷ്യൂസും പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം പൊടിച്ചു ഡേറ്റ്സുമായിട്ട് മിക്സായി. ചിലപ്പം നമുക്ക് ബട്ടറൊക്കെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാനിത് ഈ വെള്ളമില്ലാതെ ചേർക്കുവാണെങ്കിൽ കുറച്ച് നാൾ ഇരിക്കുകയും ചെയ്യും. ഫ്രിഡ്ജിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് 1-2 ദിവസം കൊണ്ടൊക്കെ കഴിച്ച് തീർക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാൻ സാധാരണ ഉണ്ടാക്കി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ട് മുറിച്ച് ബട്ടർ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ. ഓക്കെ, സ്റ്റിക്കിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കാഷ്യൂവിൻ്റെ എള്ളിൻ്റെ അതിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് അത് എക്സ്ട്രാ ഉള്ളത്. എന്നാലും ഇച്ചിരി സോഫ്റ്റായിപ്പോയി ആ വെള്ളം ചേർത്തുകൊണ്ട്.
ഞാനങ്ങനെ ആ വെള്ളം ചേർക്കാതായിരുന്നു എപ്പോഴും ഉണ്ടാക്കണം, പെർഫെക്റ്റായിട്ട് കിട്ടുന്നതായിരുന്നു. എനിവേ കുഴപ്പമില്ല. അപ്പം ഞാൻ ഇത് കൺസിസ്റ്റൻസി ഓക്കെയാണ്. അപ്പം ഇതൊന്ന് ഉരുളകളാക്കി എടുക്കാം. ഞാൻ ഉരുളകളാക്കിയിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷൻ വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചേർക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ബട്ടൺസൊക്കെ ചേർക്കാം. ഞാൻ ഇച്ചിരി വെളുത്ത എള്ളെടുത്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് അതിനകത്ത് നമുക്ക് എടുക്കാം. വെളുത്ത എള്ള് നല്ല ഹെൽത്തിയാണല്ലോ. അപ്പം ഹെൽത്തി സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, ഹെൽത്തി നട്ട് ബോൾസ്, അതാണത്. അപ്പം നമുക്ക് ടീക്ക് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പം നമ്മൾ നോയമ്പൊക്കെ നോക്കുമ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു നട്ട് ബോൾസാണിത്. അപ്പം ഞാൻ പെട്ടെന്ന് നട്ട് ബോൾസ് എല്ലാം റെഡിയാക്കി എടുക്കട്ടെ. അപ്പം വീണ്ടും നമുക്ക് മൂവിയിലേക്ക് വരാം. അപ്പം ഞാൻ എപ്പോഴും ആ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഓർക്കുന്നത് ആ കാര്യങ്ങളെല്ലാം കൂടി അവർക്കൊരു ഷോർട്ട് സ്റ്റോറി ആയിട്ട്, ജസ്റ്റ് ഒരു ബാക്ക് സ്റ്റോറി ആയിട്ട് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുമായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി ഒരു ഭംഗിയാവുമായിരുന്നു. ഞാനൊരു സാധാരണ പ്രേക്ഷകയായിട്ട് പറയണമെന്ന് കേട്ടോ. കാരണം ഇത് അവിടെ ഇവിടെയൊക്കെ ഓടി വരുമെന്ന് പറഞ്ഞ് പകുതി ഹാഫായി കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതിനൊരു എനർജി വന്നു തുടങ്ങിയത്. ഒരു മോഡുലേഷൻ എന്ന് പറയുന്നത്, ഒരു പഞ്ച് ഡയലോഗ്, അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു മിസ്സിങ് ഉള്ള പോലെ എനിക്ക് തോന്നി. ആക്ഷൻ ഉണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ അഭിനയവും ഗംഭീരം തന്നെ. ആ കൈ കൊണ്ടുള്ള ആക്ഷനും ഒരു നോട്ടത്തിലും ഒക്കെ എല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പത്തിനൊപ്പം തന്നെ പറയേണ്ടതാണ് മഞ്ജുവാരുടെ അഭിനയം. നമ്മൾ അതിനകത്ത് തന്നെ പറയുന്ന പോലെ രോമാഞ്ചം ഉണ്ടായെന്ന് പറയുമ്പോൾ ആ ഡയലോഗ് ഡെലിവറിയിലും കൊണ്ടാണ് ഒന്ന് ചിരി ഉണർത്താനും ഒക്കെ നാട്ടിലേക്ക് വന്നപ്പോൾ ആ ഒരു മിസ്സിങ് ആയിരുന്നു തോന്നുന്നു ഫസ്റ്റ് പാർട്ടിൽ എന്തോ. പിന്നെ അവസാനം എൻഡ് പാർട്ടും പഞ്ചായിട്ടാണ് നിർത്തിയത്. ഇങ്ങനെ അപ്പം റൈറ്റേഴ്സിനും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, എന്ത് എഴുതാനുള്ള അവർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതിന് ജനാധിപത്യം എന്ന് പറയുമ്പോൾ അതൊക്കെ അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. നമുക്ക് വിവാദങ്ങളൊക്കെ അതിൻ്റെ പുറകിൽ നടക്കട്ടെ. എങ്കിലും ആ ടീമിന് എല്ലാ ബെസ്റ്റ് വിഷസുകളും നേരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഹെൽത്തി നട്ട് ബോൾസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നോക്കൂ, ഒരു ഹെൽത്തി ആയിട്ടുള്ള സൂപ്പും കൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിന്നറിന് സൂപ്പായിരുന്നു, പാസ്നിപ്പ് കൊണ്ടാണ് സൂപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വ്യത്യസ്തമാണ് കേട്ടോ. ഇതിന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ലതാണ്, റോസ്റ്റ് ചെയ്യാറുണ്ട് പാസ്നിപ്പ്. പക്ഷേ ഇന്ന് ഞാൻ സൂപ്പാണ് റെഡിയാക്കിയെടുക്കണേ പാസ്നിപ്പും കൊണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണതെന്ന് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വരാം. പാസ്നിപ്പിൻ്റെ ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരക്കിഴങ്ങുണ്ട്, മധുരത്തിനും മധുരക്കിഴങ്ങാണ് ചേർക്കുന്നത്. അപ്പോൾ മധുരക്കിഴങ്ങില്ലെങ്കിൽ നമുക്ക് ക്യാരറ്റ്സ് ചേർക്കാം, അല്ലെങ്കിൽ ഒരു മധുരമുള്ള ഒരു ആപ്പിൾ ചേർത്താലും മതി. അപ്പോൾ ഒരു അരക്കുടം വെളുത്തുള്ളി, ഒരു സവാള, മധുരക്കിഴങ്ങ് 2 ഉണ്ട്, അത് വേണ്ട, 1 മതി മധുരത്തിന്. ബാക്കി ആ ഫുൾ പാക്കറ്റ് പാസ്നിപ്പ് എടുക്കുന്നുണ്ട്. പാസ്നിപ്പിൻ്റെ 1 ഞാൻ റോസ്റ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഓയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്, ഒലിവ് ഓയിലിട്ട് ഒരു ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടി. അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ വറുത്ത് കഴിയുമ്പോൾ കഴിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ പാസ്നിപ്പ് മേടിച്ചിട്ട് അന്ന് തന്നെയൊക്കെയാണ് സ്കിൻ ഓക്കെ ആണെങ്കിൽ നമ്മൾ സ്കിൻ കളയണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞു എടുത്ത് മേടിച്ച് വെച്ചിട്ട്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പോയി പീൽ ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കണേ. പാസ്നിപ്പ് ഒരു കറി ഫ്ലേവേർഡ് ഒരു സൂപ്പാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗാർലിക്കും ഒനിയനും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള നട്ട് ബോർഡും ഹെൽത്തി ആയിട്ടുള്ള സൂപ്പും ആണെന്ന്. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോലെ. അപ്പം കട്ട് ചെയ്യട്ടെ. അപ്പം ഞാൻ ആദ്യത്തെ പാസ്നിപ്പ് നല്ല തിൻ സ്ലൈസസ് ആയിട്ട് ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുത്തു. അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് ഞാൻ ജസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി, അതിപ്പോൾ സൂപ്പൊക്കെ കുടിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രൈ ആയിട്ടുള്ള പാസ്നിപ്പും കൂടെ കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി. ബാക്കിയത്തെ നമ്മുടെ പാസ്നിപ്പും നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ ഒന്ന് പീൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം വെളുത്തുള്ളിയും സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റാം. എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് വരാം ആദ്യം തന്നെ. അപ്പം ഞാൻ നമ്മുടെ ആദ്യത്തെ ഒരു പാസ്നിപ്പ് എടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി അതിൻ്റെ 3/4 ഭാഗവും മാറ്റി
ബാക്കിത്തെ എല്ലാം ഞാൻ കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഒനിയനും ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് മാറ്റട്ടെ ഇതെല്ലാം. അപ്പോൾ ഒരു കാര്യം എനിക്ക് നെഗറ്റീവായ മൂവിയിൽ തോന്നിയത്, വീണ്ടും മൂവിയിലേക്ക് വരാം, നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നെഗറ്റീവായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സോങ്സ് ആയിരുന്നു കേട്ടോ. ഞാൻ വലിയ ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ലെങ്കിലും ഇത്രയോ അരോചകമായിട്ട് എനിക്ക് തോന്നിയത്, ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നി. അവരുടെ ആര് എഴുതിയതാണെങ്കിലും ആര് പാടിയതാണെങ്കിലും സോറി, എനിക്ക് ഐ ഹാവ് ടു സേ ദാറ്റ് അത് ഏറ്റവും ഒരു ബോറായി എനിക്ക് തോന്നി. ബോറെന്നല്ല, ഭയങ്കര അരോചകം. അങ്ങനെ അത് വേറൊരു ഓൾട്ടർനേറ്റീവ് മൂവീനെ ഡെഫിനറ്റായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നീട് എന്താ പറയുക, ഒരു ഗുഡ് മൂവി ആയിരുന്നു ഞാൻ പറഞ്ഞ പോലെ. എങ്കിലും ഈ പറഞ്ഞ പോരായ്മകളൊക്കെ എനിക്ക് തോന്നിയുള്ളൂ. എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ വിവാദങ്ങളൊക്കെ ആണെങ്കിലും തേർഡ് പാർട്ടും അവർക്ക് ഇറക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ, എഴുത്തുകാർക്കും സംവിധായകർക്കും അഭിനയിക്കുന്നവർക്കും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നും പറയാൻ അധികാരമില്ലെങ്കിലും ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ക്രിട്ടിസൈസേഷനും വേണമല്ലോ അല്ലേ. എൻ്റെ ഒരു അഭിപ്രായം, എനിക്കൊരു നല്ല മൂവിയായിട്ടാണ് തോന്നിയത്. പിന്നെ ഒരുപാട് മറ്റതിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് തന്നെയായിരുന്നു ബെറ്റർ എന്നും തോന്നി കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ട് ഇതിനും ഭംഗിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഞാനിങ്ങനെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോസൊക്കെ ചിരകി ഇതെല്ലാം കട്ട് ചെയ്ത് സൂപ്പ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. പിന്നെ ഞാനിവിടെ സൂപ്പിൻ്റെ ചേർത്തത് വെജിറ്റബിൾ സ്റ്റോക്ക് ചേർക്കാം, അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ചേർക്കാം. വെജിറ്റബിൾ സ്റ്റോക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് ഞാൻ റെഡിമെയ്ഡാണ് ഇപ്പോൾ ചേർത്തത്. അപ്പോൾ എളുപ്പമാണ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ജസ്റ്റ് തൊലിയൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ തൊലിയൊന്നും പീൽ ചെയ്ത് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഫ്രഷായിട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. പക്ഷെ ഇത് ഞാനിപ്പോൾ 1-2 ദിവസം ഇരുന്നുകൊണ്ട് തന്നെ അതിൻ്റെ തൊലിയൊക്കെ നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങിയ പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അതൊക്കെ ഒന്ന് പീൽ ചെയ്ത് മാറ്റിയിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം കട്ട് ചെയ്ത് ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമ്മുടെ സ്റ്റോക്കും ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്യുമ്പോൾ നമ്മളൊന്ന് അടിച്ചെടുക്കേണ്ട താമസമുള്ളൂ. സൂപ്പ് റെഡി, ചൂടോടെ കുടിക്കാൻ നല്ലതാണ്. ഹാസ്നിക് സൂപ്പ് അതിനൊരു വ്യത്യാസം ഉണ്ടാവും. പക്ഷേ നമ്മളിങ്ങനെ ക്രീമൊക്കെ ചേർത്ത് ഇച്ചിരി, ക്രീമിന് പകരം ഞാൻ ഗ്രീക്ക് യോഗട്ടാണ് കേട്ടോ ചേർത്ത് കഴിച്ചത്. അപ്പോൾ ഹെൽത്തി ആയിക്കോട്ടെ, നമ്മൾ ഹെൽത്തി സൂപ്പാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം നോയമ്പ് കാലത്തൊന്നും ഉണ്ടാക്കി നോക്കാൻ പറ്റിയൊരു സൂപ്പാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഞാനിങ്ങനെ പീൽ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് ആദ്യത്തേത് അവർ ഇപ്പോൾ സെൻസറിൽ കട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ രംഗങ്ങൾ മാറ്റാമായിരുന്നു തോന്നി. പിന്നീട് സ്റ്റണ്ട് സീനുകളൊക്കെ അവസാനത്തെ കുഴപ്പമില്ലായിരുന്നേ ഉള്ളൂ. അതാണ് ഒന്ന് സോങ്സ്, സ്റ്റണ്ട് സീനും എനിക്കതൊരു നെഗറ്റീവായിട്ട് പോലെ പറയാൻ തോന്നുന്നു. അത് രണ്ടും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഞാനൊരു കാസ്റ്റ് അയണിൻ്റെ പാനിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് ഒലിവ് ഓയിൽ ചേർക്കാം. അപ്പോൾ ഒരു പാനിൽ തന്നെ എല്ലാം ശരിയാക്കി എടുക്കുക. വേറെ പാനൊന്നും ഞാൻ എടുക്കുന്നില്ല. ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒലിവ് ഓയിലിലേക്ക് തന്നെ നമുക്ക് ആദ്യം ഇത് പാസ്നിപ്പിൻ്റെ കട്ട് ചെയ്തതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കുറേ പറക്കി തിന്നുകൊണ്ടേ ഇരിക്കാൻ തോന്നും കേട്ടോ. അത്രയും ടേസ്റ്റാണിത്. ചുമ്മാ പ്ലെയിനായിട്ട് 2 നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഒരു മാറ്റിയിട്ട് ആ പാനിൽ തന്നെയാണ് ഞാൻ ബാക്കി എല്ലാ കുക്കിങ്ങും ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇട്ട് നമ്മൾ ഒരല്പം നുള്ള പിങ്ക് സോൾട്ട് ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിന്ന് ലൈറ്റ് കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറിലായിരുന്നു. അത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു കേട്ടോ, കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സൂപ്പ് എടുക്കുമ്പോൾ ഇങ്ങനെ
ഫ്രൈ ചെയ്തിരിക്കുന്നത് മുകളിൽ കോരിയിട്ട് അതും കൂടി കടിച്ച് കഴിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഗ്രീക്ക് യോഗട്ടാണ് ഞാൻ ചേർത്ത്, ക്രീം ചേർത്താലും നല്ലതാണ്. അപ്പം ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളൊരു ഫുൾ മീൽ കഴിക്കുമ്പോഴാണ് ബ്രെഡൊക്കെ ചേർത്ത് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടട്ടെ. കുറച്ച് സമയമെടുക്കും. നമ്മൾ അരിഞ്ഞ് ഒത്തിരി നേരമൊന്നും വെച്ചില്ലല്ലോ, കഴുകിയെടുത്തല്ലോ. അപ്പോൾ അതിൻ്റെ നനവും കൊണ്ടൊക്കെ തന്നെ ഒന്ന് ഫ്രൈ ആയി വരാൻ ഇച്ചിരി സമയം എടുക്കും കേട്ടോ. അപ്പം നമ്മുടെ പാസ്മിക്സിൻ്റെ നിറമൊക്കെ ഒന്ന് പയ്യെ മാറി വന്ന് തുടങ്ങി. ഇച്ചിരി സമയം എടുത്തു അത് ഫ്രൈ ആയി കിട്ടാൻ. എനിക്ക് നനവുള്ള ഇതുകൊണ്ട്, അല്ലെങ്കിൽ അരിഞ്ഞ് വെച്ച് ഇച്ചിരി ഡ്രൈ ഒക്കെ ആയിട്ടാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത് തന്നെ കുക്ക് ചെയ്യാൻ. വേറെ പാനൊക്കെ പിന്നെ എടുക്കാൻ പോകണ്ടല്ലോ എന്ന് ഓർത്ത് തന്നെയാണ്. അതിന് ഇച്ചിരി ഫാസ്റ്റ് ആവാമായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ സൈഡൊക്കെ ഒന്ന് കളർ മാറി തുടങ്ങി. ഇത് ഇളക്കിയിട്ടുകൊണ്ടിരിക്കുന്നതാണ്, കരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ പാസ്നിപ്പ് ഫ്രൈ മാറ്റിയിട്ട് പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും സവാളയും പയ്യെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും കൂടെ ചേർത്തിട്ട് ഞാൻ വെള്ളം സ്റ്റോക്ക് ചേർക്കുന്നതിന് മുമ്പ് ഇച്ചിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും കേട്ടോ ഇതിനകത്ത്. അപ്പം ഒരു റോസ്റ്റഡ് ഫ്ലേവറായിട്ടുള്ളൊരു സൂപ്പ് കിട്ടും നമുക്ക്. നേരമൊക്കെ മാറി വന്നു. ഫൈനലി ഇച്ചിരി സമയമെടുത്ത് എനിക്ക് നല്ല മണം ഇപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും കേട്ടോ. പാസ്നിക് ഫ്രൈസ് എനിക്ക് പൊട്ടറ്റോ ഫ്രൈസിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒരു ചെറിയ മധുരമൊക്കെ ആയിട്ട്. ഇത് വെജിറ്റബിൾ ഫ്രൈസിൻ്റെ കൂടെ കിട്ടുമല്ലോ അത്. അപ്പം അത് കുറച്ച് സമയം ഇവിടെ കൊടുക്കുക, ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ. മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഫ്രൈ ആയി കഴിഞ്ഞ് ഇത് കോരി മാറ്റി ഇതിനകത്തേക്ക് ബാക്കി സാധനങ്ങൾ ചേർത്ത് ഫ്രൈ ചെയ്യുന്നു. കോരി മാറ്റാറായി ഏകദേശം. അപ്പോൾ നമ്മുടെ പാസ്നിക് ഫ്രൈസ് ഞാൻ ബോളിലേക്ക് മാറ്റി. അതിനകത്തേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് മാറ്റി ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഒലിവ് ഓയിൽ കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കി സാധനങ്ങൾ ചേർക്കാം ഓരോന്നായിട്ട്. വെളുത്തുള്ളി ചേർത്തു, എണ്ണയിലൊക്കെ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കട്ടെ. നമുക്ക് സവാള ചേർക്കാം. അതും കൂടി ഒന്ന് വഴണ്ട് കിട്ടട്ടെ. സോഫ്റ്റായാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങളും ചേർക്കാം. അപ്പോൾ ആദ്യം സോഫ്റ്റ് ആവുന്ന സമയങ്ങളിൽ നമുക്ക് പാസ്നിപ്പ് അരിഞ്ഞെടുക്കാം. ഒത്തിരി വലിയ കഷ്ണങ്ങൾ 3 കഷ്ണങ്ങളൊക്കെ ആക്കി മുറിച്ചിട്ട് അതിന് ചെറിയ പീസുകളാക്കി എടുക്കാം. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കണം എന്നില്ല കേട്ടോ. നമ്മളിനി ഇത് ഹാൻഡ് മിക്സർ കൊണ്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞ്.
ഇത് നമ്മൾ നോയമ്പൊക്കെ നോക്കുമ്പോൾ നമ്മൾ പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നല്ലോ. അപ്പോൾ ഇങ്ങനത്തെ വെജിറ്റബിൾസ് ഇങ്ങനെ സൂപ്പാക്കി കഴിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഓവർ ഫില്ലായിട്ട് തോന്നുകയില്ല, നമ്മൾ വയറ് നിറയുകയും ചെയ്യും. എനിക്ക് ഡിന്നറിന് സൂപ്പ് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സവാളയും വെളുത്തുള്ളി ഒക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതും കൂടെ ഇട്ട് കുറച്ച് സമയം ഇങ്ങനെ റോസ്റ്റ് ചെയ്യാം. ചിലർ ഓവനിൽ ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. ഇത് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ പാനിൽ തന്നെ കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇച്ചിരി കൂടി ഒരു ടേസ്റ്റ് കാണും സൂപ്പ് റെഡി ആയി കഴിയുമ്പോൾ. പാസ്നിറ്റ്സുകളെല്ലാം അരിഞ്ഞ് തീരാറായി. അപ്പോൾ ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഏകദേശം സോഫ്റ്റായി തുടങ്ങി. ഓനിയൻസ് ഒത്തിരി വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ടല്ല, ഒരുപാട് ചെറുതാക്കിയിട്ടുമില്ല. നമ്മളിത് പേസ്റ്റാക്കി എടുക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വാടി കിട്ടിയാൽ മതി. നമുക്ക് പാസ്നിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ ഇതും ഇങ്ങനെ കുറച്ച് സമയം റോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതെല്ലാം യോജിപ്പിക്കും. അത് ചേർത്ത് നട്ടിളക്കി അല്പം പിങ്ക് സോട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇളക്കിക്കൊണ്ടിരിക്കുക. ചെറിയ തീയിൽ വെച്ച് റോസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ കറി ഫ്ലേവേർഡ് ആയതുകൊണ്ട് വെജിറ്റബിൾ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇച്ചിരി ടേസ്റ്റ് നോയമ്പ് ഒന്നും നോക്കുന്നില്ലാത്തവർക്കൊക്കെ ചിക്കൻ സ്റ്റോക്കും ചേർത്ത് കൊടുക്കാം, അതും ടേസ്റ്റാണ്. ഇത് ഞാനൊരു കറി ഫ്ലേവർ പോലെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെയാണ് വെജിറ്റബിൾ സ്റ്റോക്ക് ചേർത്ത് കൊടുത്തത്. ഒരു ഗരം മസാല പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. റോസ്റ്റായി വന്നു തുടങ്ങി. ഇനി നമുക്ക് നമ്മുടെ മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റോസും കൂടെ ചേർത്ത് കൊടുക്കാം. മുറിച്ചെടുത്ത് ബ്യൂട്ടിഫുൾ കളർ. അതും കൂടെ ഇളക്കി വെച്ചിട്ട് ഈ കപ്പയും പാനായതുകൊണ്ട് തന്നെ കട്ടിയുള്ളതാണ്, പെട്ടെന്ന് ഹീറ്റ് നിൽക്കും അതിനകത്ത്. നമ്മളൊരു കുക്കറിലൊക്കെ ചെയ്തെടുക്കുന്നതിൻ്റെ കട്ട് കിട്ടും പെട്ടെന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പം.
അപ്പം ഞാനൊരു 10 മിനിറ്റോളം ഇങ്ങനെ ഇറക്കി ഉപ്പിട്ടിട്ടോ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കി യോജിക്കാം. ഇനി നമുക്ക് അല്പസമയം ഒന്ന് മൂടി വെക്കാം. 2 മിനിറ്റ് മൂടി വെക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ അരിഞ്ഞ് ചേർക്കാം. ഞാൻ പറഞ്ഞല്ലോ ഒരു കറി ഫ്ലേവർ ആണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്. അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കത് കോട്ടിങ്ങുള്ള കാസ്റ്റ് അയൺ പാൻ ആണെങ്കിൽ തന്നെ നമ്മുടെ ഇതിനകത്ത് നമ്മളിതുവരെ വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ ചേർത്ത് കൊടുത്തു. നല്ല മണം വന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ അടിയിലിങ്ങനെ പിടിച്ചിരിക്കുന്നതാണ്. ഓക്കെ, എല്ലാം മാറ്റിയെടുക്കട്ടെ ഞാൻ. ഇളക്കി യോജിപ്പിക്കുക. അടിയിൽ ഒരുപാട് അങ്ങനെ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് അതിൻ്റെ വെള്ളം ഒഴിക്കാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം മടിയുന്നു. അതെ, ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്മോക്ക്ഡ് പപ്രിക്കയാണ് കേട്ടോ. അത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇളക്കി കൊടുക്കാം. ഇനി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്തു. ചെറുതായി അരിഞ്ഞ മല്ലിയില. നല്ല സൂപ്പർ മണമാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് ഇത് സ്റ്റോക്ക് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. സ്റ്റോക്ക് വേണമെങ്കിൽ അടിയിപ്പിച്ചിട്ടെടുക്കാം. ഞാനിത് കട്ട ഒരു കൈകൊണ്ടും എനിക്കിട്ട് പൊടിഞ്ഞില്ല. അപ്പം ഞാനിതിട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചൂടുവെള്ളം ചേർക്കണം കേട്ടോ ഇനി. കാരണം ഒരു ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടിരിക്കുകയാണ്. പൊടിച്ചിടാൻ നോക്കിയിട്ട് പൊടിയുന്നില്ല. അപ്പം അങ്ങനെ തന്നെ ചേർത്തിട്ട് ചൂടുവെള്ളം ചേർത്ത് അതിനകത്ത് കിടന്ന് പൊടിഞ്ഞോളും. ഈ ചൂടുവെള്ളം ഇത് മുകളിൽ കിടക്കാം. വരാൻ പാകത്തിന് ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പകുതി കുക്കായിട്ടുണ്ട് ഓൾറെഡി. അത് 15-20 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് കുക്കായി കിട്ടും. മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇതുപോലെ റോസ്റ്റ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് അതിനകത്ത് കിട്ടുന്ന വഴറ്റി ഇതെല്ലാം ഇട്ട് ചെയ്യാം. പക്ഷേ ഇങ്ങനെയൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇത് കുക്കാവട്ടെ കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം നമുക്ക്. ഇനി മൂടി വെക്കട്ടെ. ഞാൻ തീ ഓഫ് ചെയ്തായിരുന്നു. 20 മിനിറ്റ് കഴിഞ്ഞ് ഏകദേശം ഒന്ന് നന്നായിട്ട് കുക്കായി. ഒരു ചെറിയ ചൂടുണ്ട്. ഇപ്പം നമുക്ക് ഒരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ചൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒരു ഇച്ചിരി മല്ലിയില ഫ്രഷായിട്ട് ചേർത്ത് കൊടുക്കാം.
അപ്പം ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി ഇനി നമ്മൾ ഒരു ഹാൻഡ് മിക്സർ കൊണ്ട് ഞാനിതൊന്ന് പേസ്റ്റാക്കി എടുക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ചണ്ടി കഷ്ണങ്ങളായിട്ട് കിടന്നു മൊത്തം കുഴപ്പമൊന്നുമില്ല. പേസ്റ്റായിട്ട് എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പം ഇളക്കി യോജിപ്പിച്ചിട്ട് അപ്പോൾ നമ്മുടെ സൂപ്പർ മണമാണ് വരുന്നത്. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കണം കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ സ്നാക്ക് റെസിപ്പിയും സൂപ്പ് റെസിപ്പിയും എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻ്റ് എടുക്കാൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ മിക്സിങ്ങും കഴിഞ്ഞ് സെർവ് ചെയ്യാം നമുക്ക്. ഒരല്പം കുരുമുളക് പൊടി ഇങ്ങോട്ട് തൂക്കി കേട്ടോ സെർവ് ചെയ്യുന്നതിന് മുമ്പ്. സൂപ്പിന് നല്ല കുരുമുളക് ക്രഷ് ചെയ്ത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ ഒരു ഇത് ഇച്ചിരി മുന്നോട്ട് നിൽക്കണമെന്നല്ല. ഇടയ്ക്കിടയ്ക്ക് കട്ടകളെ പോലെ പീസുകളും കിടപ്പുണ്ടായിരുന്നു, കുഴപ്പമില്ല, അതിന് ടേസ്റ്റാണ്. സൂപ്പ് റെഡി. സെർവ് ചെയ്യാം നമുക്ക്. സൂപ്പ് സെർവ് ചെയ്യാൻ ചിരട്ടയുടെ തവി എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്നിപ്പ് ചേർത്തെടുക്കാം. ഇപ്പോൾ ഇനി ക്രീം ചേർക്കാൻ വേണമെങ്കിൽ ഞാൻ ഹെൽത്ത് ചെയ്തുകൊണ്ട് ഗ്രീക്ക് യോഗട്ട് ചേർത്തു. ഞാൻ സൂപ്പ് കുടിക്കട്ടെ. നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ജിയാൻബി വ്ലോഗ്സ്. ബൈ. പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ ഉടനടി വരുന്നതായിരിക്കും. Bye.